الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടമകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ വസിയത്തിൻ്റെ പ്രാധാന്യവും അത് നിർവഹിക്കാതെ പോയാൽ സമൂഹത്തിലുണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുപോലെ നമ്മൾ വിസ്മരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. കുടുംബബന്ധം നിലനിർത്തുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പരിഗണനീയമായിട്ടുള്ള ഒരു കടമയാണ്. പരസ്പരം നമ്മൾ സന്ദർശിച്ചു, അതേപോലെ തന്നെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ സഹായിച്ചു, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ട ഘട്ടങ്ങളിൽ അതൊക്കെ നൽകിയുമാണ് നമ്മൾ ബന്ധം നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ടത്. പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്ന തെറ്റായൊരു പ്രവണത, സമൂഹ കാര്യങ്ങളിലൊക്കെ സാമുദായിക വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന പലരും, അതേപോലെ ആരാധനാകർമ്മങ്ങളിൽ വലിയ നിഷ്ഠ പുലർത്തുന്ന ആളുകൾ, ദാനധർമ്മ കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകളിൽ കാണുന്ന ഗുരുതരമായ ഒരു പോരായ്മയാണ് ഈ ബന്ധങ്ങൾ ചേർക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നത്. ഖുർആനിലും സുന്നത്തിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്രയെങ്ങാനും വചനങ്ങളാണ് ഇതൊരന്വേഷിക്കുന്ന ആൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറ റഅദിലെ 25-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി, അള്ളാഹുവിനോടുള്ള ബാധ്യത ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുന്ന ആളുകൾ. അള്ളാഹുവുമായിട്ടുള്ള ബാധ്യത നമ്മൾ ഷഹാദത്തിലൂടെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക വഴിയായി പടച്ചവനാണ് തൻ്റെ രക്ഷിതാവെന്നും ആ അള്ളാഹുവാണ് തങ്ങളുടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ അർഹനായിട്ടുള്ളവനെന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്കതിനപ്പുറത്തേക്ക് മറ്റൊന്ന് ചിന്തിക്കുക സാധ്യമല്ല. എൻ്റെ ഖുർആൻ പറയാം, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, കൂട്ടിച്ചേർക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതിനെ അഥവാ ബന്ധങ്ങളെ അറുത്തുകളയുകയും ചെയ്ത ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർദ്,
ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്ത ആളുകൾ, ഉലായിക ലഹുമുൽ ലഅന, അവർക്കാണ് അള്ളാഹുവിൻ്റെ ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്കാണ് ഏറ്റവും മോശമായ ചീത്തയായ ഭവനം നാളെ പരലോകത്ത് തയ്യാറാക്കി വച്ചിട്ടുള്ളത്. വലിയ താക്കീത് വചനത്തിലുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള കർശനമായ അള്ളാഹുവിൻ്റെ നിലപാട് ഈ വിഷയത്തിലുണ്ട്. നമ്മുടെ കടമകളെ സംബന്ധിച്ച് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 2-3 തലത്തിലൂടെ ഈ വചനത്തെ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൽപ്പിക്കുന്നതെന്തും നിർവഹിക്കേണ്ടവരാണ് വിശ്വാസികൾ, വിശിഷ്യ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലയിൽ. ഇപ്പോൾ പടച്ചവൻ കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ യഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ എന്ന വചനത്തിന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. വയഖ്തഊന റഹീം, കുടുംബബന്ധത്തെ അവർ വിച്ഛേദിച്ചു കളഞ്ഞു. അല്ലത്തി അമറഹുമുല്ലാഹു, അള്ളാഹ് ചേർക്കണമെന്ന് അവരോട് കൽപ്പിച്ചത്. അള്ളാഹു കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞതിനെയാണ് അവർ വിച്ഛേദിച്ചു കളഞ്ഞത്. ഇമാം തൊബരി ആയത്തിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ പറയുകയാണ്. ഇമാം സഅദി പറഞ്ഞു, വലാ വസലുൽ അർഹാമ വലാ അദ്ദുൽ ഹുഖൂഖ, അള്ളാഹു ചേർക്കണമെന്ന് പറഞ്ഞതിനെ അവർ വിച്ഛേദിക്കുകയും ആ രംഗത്ത് അവരുടേതായ കടമകൾ നിർവഹിക്കാൻ അവർ വൈമുഖ്യം കാണിക്കുകയും ചെയ്തു. അതിനവർ കൂട്ടാക്കിയില്ല എന്നതാണ്. അപ്പോൾ ബന്ധവിച്ഛേദനത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ആരുമായിട്ടാണോ ബന്ധം വിച്ഛേദിക്കുന്നത് അവരുമായിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ട് അള്ളാഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ സൃഷ്ടിപ്പും പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബബന്ധം അള്ളാഹുവിനോട് ചോദിച്ചുവത്രേ. ഖുദ്സിയായൊരു വചനത്തിലൂടെ പറയുകയാണ്, ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞ ആൾക്ക് നിന്റെ പക്കലുള്ള നിലപാട് എന്തായിരിക്കും? കുടുംബബന്ധം അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹ് അതിന് പറഞ്ഞ മറുപടി, അമാ തർലൈന അൻ അസ്സിലമൻ വസലക്കി, നിനക്ക് തൃപ്തിയായില്ലേ ഞാൻ പറയുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്. അൻ അസ്സിലമൻ വസലക്കി, നീയുമായി ആരാണോ ചേർത്തിട്ടുള്ളത് അവനുമായി ഞാൻ ബന്ധം ചേർക്കും. വ അക്തഅമൻ ഖതഅക്കി, നീയുമായി ആരാണോ വിച്ഛേദിച്ചിട്ട് കളഞ്ഞിട്ടുള്ളത്, നീയുമായിട്ടുള്ള ബന്ധം ആരാണോ വിച്ഛേദിച്ചത് അവനുമായി ഞാനുമായിട്ടുള്ള ബന്ധവും ഞാൻ വിച്ഛേദിച്ച് കളയുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ വളരെ താക്കീതോടുകൂടി പറയുന്നുണ്ട്. 47-ാമത്തെ അധ്യായം സൂറ മുഹമ്മദിലെ 22-ാമത്തെ വചനത്തിൽ, എപ്പോഴും നമുക്കൊരു സ്വാധീനവും അധികാരവും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിഅമത്തുകളൊക്കെ ലഭിച്ചു കഴിയുമ്പോഴാണ് ഇത്തരം ദാഠ്യതകൾ നമുക്കുണ്ടാകുക. അപ്പോൾ നമ്മൾ മറ്റവർ വില വയ്ക്കേണ്ടതില്ല. അവർ നമ്മളോട് പറയാൻ അവരാരാണ്, അവരെക്കാളൊക്കെ മീതെ നമ്മളല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത് അപ്പോഴാണ്. പടച്ചവൻ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നൽകുമ്പോഴാണ്. അതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇത്തരം കിബറുകൾ നമുക്ക് വരാറില്ല. ഖുർആൻ അത് സൂചിപ്പിക്കുകയാണ്. ഫഅൽ അസൈത്തും അൻ തവല്ലൈത്തും, നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയേക്കുമോ? അൻ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ അതുവഴിയായി കുഴപ്പമുണ്ടാക്കുമോ? അള്ളാഹു താക്കീ നൽകുകയാണ്. വഖ്തുഖത്തിഉ അർഹാമക്കും, ചേർക്കണമല്ലാഹു എന്ന് പറഞ്ഞ് അള്ളാഹു കൽപ്പിച്ചതിനെ നിങ്ങൾ വിച്ഛേദിച്ച് കളഞ്ഞേക്കുമോ? നമ്മിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു അപരാധത്തെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലും സ്വാധീനം നൽകുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ അത് ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും കൂട്ടിച്ചേർക്കണമെന്ന് അള്ളാഹു പറഞ്ഞതിനെയൊക്കെ നിങ്ങൾ വിച്ഛേദിച്ച് കളയുകയും ചെയ്തേക്കുമോ എന്നതാണ്. അഭിവൃദ്ധിയും അതേപോലെ തന്നെ സ്വാധീനവും സൗകര്യവും ഒക്കെയുള്ള മനുഷ്യൻ ആവർത്തിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം. അവർ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അർറഹിമ മുഅല്ലഖത്തുൻ ബിൽ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി കുടുംബബന്ധം ചേർക്കപ്പെട്ടിരിക്കുന്നതാണ്. തഖൂൽ, അത് പറയും, മൻ വസലനി വസലഹുല്ലാഹ്, ആരാണോ എന്നോട് ചേർക്കുന്നവൻ അവനോട് അള്ളാഹുവും അവൻ്റെ ബന്ധം ചേർക്കുന്നതാണ്. വമൻ ഖത്തഅനി ഖത്തഅഹുല്ലാഹ്, ആര് ഞാനുമായിട്ടുള്ളത് വിച്ഛേദിക്കുന്നുവോ അവനോട് അള്ളാഹുവും വിച്ഛേദിക്കുന്നതാണ്. നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതു വിധേനയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ലാത്തതും വിസ്മരിക്കാവാത്തതുമായിട്ടുള്ള അതിഗൗരവപ്പെട്ടൊരു സംഗതിയാണ് പറഞ്ഞു വരുന്നത്. ഒരുപാട് നന്മകളൊക്കെ നമ്മൾ വാരിക്കൂട്ടുകയാണ് ഇബാദത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, മറ്റു പലതിലൂടെയും. അതെല്ലാം നമ്മൾ ശേഖരിച്ച് വയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് മോശകരമായിട്ടുള്ള സ്വഭാവങ്ങളും മറ്റ് സമ്പ്രദായങ്ങളുമൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം നന്മകളൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ദാനധർമ്മം മനുഷ്യൻ ചെയ്യേണ്ടത് പരിധി നോക്കാതെയും ആവശ്യ സന്ദർഭത്തിലുമാണ്. എന്നാൽ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? അത് വർഷത്തിലൊരിക്കലാണ്, കണക്ക് നോക്കിയിട്ടാണ്. നിസാബിലേക്ക് എത്തുമെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. ചില വിദ്വാൻമാരെന്ത് ചെയ്യാന്നറിയാമോ? ആ ബന്ധം ചേർക്കാൻ വേണ്ടി ഈ സക്കാത്തിൻ്റെ പണം ഇങ്ങനെ എടുത്തു വയ്ക്കും. എന്നിട്ട് ആ പൈസ കൊണ്ടുപോയി കൊടുക്കും, ഒരു ഔദാര്യം പോലെ. അതെങ്ങനെ ഔദാര്യമാകും? അതെങ്ങനെ ബന്ധം ചേർക്കലാകും? അത് പാവപ്പെട്ടവൻ്റെ അവകാശമായി അള്ളാഹ് നിശ്ചയിച്ചതാണ്. അത് കൊടുത്തുകൊണ്ട് നിങ്ങളെങ്ങനെ ബന്ധം ഉണ്ടാക്കേണ്ടതില്ല. എന്നാൽ ദാനധർമ്മത്തെപ്പറ്റി പറഞ്ഞിടത്ത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, ഇന്ന സ്വദഖത അലൽ മിസ്കീൻ, തീർച്ചയായും ദാനധർമ്മം മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് നിങ്ങൾ ചെയ്താൽ സ്വദഖത്തുൻ, അതൊരു ദാനമായി തന്നെ രേഖപ്പെടുത്തും. വ ഇന്നഹ അലാദിർ റഹം, എന്നാൽ കുടുംബബന്ധമുള്ളൊരു പാവപ്പെട്ടവനാണ് നിങ്ങളത് നൽകുന്നത് എങ്കിലോ ഇസ്നത്താനി, 2 പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ 2 കൂലി. സ്വതക്കത്തിനൊന്ന് സ്വതക്കയുടെ കൂലി ഉണ്ടാകും. രണ്ടാമത് വസിലത്തുൻ, അതുവഴിയായി നിങ്ങൾ ബന്ധം ചേർത്തു എന്നതിൻ്റെ കൂലിയും. അപ്പോൾ ഈ രംഗത്തൊക്കെയും നമ്മൾ പ്രഥമമായി പരിഗണിക്കേണ്ട ആളുകൾ, നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ സഹായിക്കുമ്പോഴൊക്കെയും നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ സർറഹു അൻ യുബസത്തു ഫീ റിസ്ഖിഹി, ആരാണ് തൻ്റെ ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വരുമാനമൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ യുൻസഅലുഹു ഫി അസരിഹി, ആരാണോ അവനവൻ്റെ കാൽപ്പാടുകൾ ദീർഘമായി നിലനിൽക്കട്ടെ, ആയുസ് വർദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവൻ, ഫൽ യസിൽ റഹിമഹു, തീർച്ചയായും അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. ദുനിയാവിൽ തന്നെ ലഭിക്കുന്ന 2 ഗുണങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ എടുത്തു പറയാൻ, ഉപജീവനം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. അങ്ങനെ ഉപജീവനം വർദ്ധിക്കണമെന്നും ദീർഘകാലം ആയുസ് ദീർഘിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കിക്കൊള്ളട്ടെ എന്നതാണ്. അതേ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉർ, കുടുംബബന്ധം വിച്ഛേദിച്ചു കളഞ്ഞവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു വന്നത്. അത്രയും കുടുംബബന്ധത്തിൻ്റെ പോരിശകളെ സംബന്ധിച്ചാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ പരലോകത്ത് വിജയം വരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറ ശുഅറായിലെ 88-89 വചനങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്നേ ദിവസം സമ്പത്തും അതേപോലെ തന്നെ സന്താനങ്ങളും ഉപകരിക്കുകയില്ല. പരലോകത്ത് വരുമ്പോൾ ഇത് രണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുകയില്ല.
ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയവുമായി, സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് എത്തിയവനല്ലാതെ ഇത് രണ്ടും ഉപകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഏതാണ് മർമ്മം എന്ന് പറയുന്നത്? മർമ്മം എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സ് നന്നാവുക എന്നതാണ്, കൽബ് നന്നാക്കുക എന്നതാണ്, ആത്മാവിനെ സംസ്കരിക്കുക എന്നതാണ്. പകയും വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ മനസ്സിൽ നിന്ന് നീക്കുക എന്നതാണ്. അത് നീക്കിയാലേ എനിക്കും നിങ്ങൾക്കും പരലോകത്ത് രക്ഷ ഉണ്ടാവുള്ളൂ. എന്നാലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിതശൈലീ രോഗങ്ങൾക്ക് വിധേയരാണ് നമ്മുടെ സമൂഹത്തിൽ 70% ആൾക്കാരും. 10 പേരെ നമ്മൾ പരിശോധിച്ചാൽ 7 പേർക്ക് ഷുഗറോ കൊളസ്ട്രോളോ അതേപോലെ തന്നെ പ്രഷറോ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പഠനം. ഈ അസുഖങ്ങളൊക്കെയും വർദ്ധിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ മനസ്സുകൾ എപ്പോഴും അസ്വസ്ഥമാകുന്നു എന്നതാണ്. അപ്പോൾ മരുന്ന് വലിക്കാതെ വരിക, അതിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരിക, ഒരിക്കലും രോഗമുക്തി ഇല്ലാതിരിക്കുക. അതെന്താ കാരണം? അതിൽ പെട്ടതാണ് ഈ പകയും വിദ്വേഷവും ഒക്കെ. ബന്ധങ്ങൾ അറ്റുപോകാനുള്ളൊരു നിമിത്തമായി പറയുന്നതും അതാണ്. അപ്പോൾ സുരക്ഷിതമായ ഹൃദയത്തെ വിശദീകരിച്ചിടത്ത് ഇമാം ഖുർത്തുബി പറയാണ് കൽബുൻ ഖാലിസ്, നിഷ്കളങ്കമായ ഹൃദയവുമായി ചെന്നവർക്ക്. അതേപോലെ തന്നെ പറഞ്ഞു ഇമാം സഅദി പറഞ്ഞു മഹബ്ബത്തുൽ ഖൈർ, നന്മയോട് ആഭിമുഖ്യമുള്ളവൻ, നന്മ പ്രിയങ്കരമായവൻ, അത്തരം ഒരാൾക്ക് പരലോകത്ത് രക്ഷയുള്ളൂ എന്നതാണ്. എന്നോ പറഞ്ഞൊരു വാക്ക്, അതല്ലെങ്കിൽ ഏതോ കാലത്ത് ചെയ്തു പോയ ഒരു അപരാധം, ആ അപരാധത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ എത്രയോ നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് നമ്മൾ. ഒരാളുമായിട്ട് നമുക്കൊരു വാക്കേറ്റമുണ്ടായി, മോശമായിരുന്നു അയാളുടെ പ്രതികരണം. ആ പ്രതികരണത്തിൻ്റെ പേരിൽ നമ്മൾ അയാളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക വഴിയായി ഒരു കുടുംബക്കാരനുമായുള്ള അള്ളാഹു ഊട്ടിയുറപ്പിക്കണമെന്ന് പറഞ്ഞ ബന്ധം അവിടെ അറ്റുപോയി. ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, അതിലൂടെ എത്രയെങ്ങാനും നഷ്ടമാണ് നമുക്ക് ലഭിച്ചത്. ആ നഷ്ടത്തെ നമ്മൾ ഒരിക്കലും അസസ് ചെയ്യുന്നില്ല, കണക്കെടുക്കുന്നില്ല നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഈ വഴക്കായി നിൽക്കുക എന്നതും ബന്ധവിച്ഛേദനം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ നഷ്ടമാണ്. ഇനി ഖുർആനിലെ തന്നെ 59-ാമത്തെ അധ്യായം സൂറ ഹശ്റിലെ 10-ാമത്തെ വചനം വിശ്വാസികളുടെ പ്രാർത്ഥന പറയുകയാണ്. റബ്ബന ഗഫർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, ആരെ പറ്റിയാ പറഞ്ഞത്? വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ തലമുതിർന്ന ആളുകൾ, വിശ്വാസികളായി ഈ ദീനിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്കും നീ പുറത്തു കൊടുക്കണം എന്ന് പറയാം. അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ ആക്കി മാറ്റരുത്. ഗില്ലൻ ലില്ലദീന കഫർ ആമനു, വിശ്വാസികളോട് ഒരു വിദ്വേഷവും ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുത്. അള്ളാഹിനോട് നമ്മൾ പറയാം, പടച്ചവനോട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് വിദ്വേഷം കൊണ്ട് തന്നെ നമ്മൾ ഒടുക്കുകയും ചെയ്യുകയാണെങ്കിലോ ഈ വർത്താനവും പ്രവർത്തനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ബന്ധം ചേർക്കണമെന്ന് അള്ളാഹു പറഞ്ഞിടത്ത് ആ നിലയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ, കലർപ്പില്ലാതെ സുന്ദരമായ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഒരു മിനിമം വഴക്കെങ്കിലും ഇല്ലാതിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ ഈ വചനത്തെ വിശദീകരിച്ച മുഫസ്സിറുകൾ ഇബ്നു മാജയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒപ്പം നൽകുകയാണ്. പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ്? പ്രവാചകനോട് ചോദിക്കുകയാണ്. ഫയഖൂലു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുല്ല മഹ്മൂമൽ ഖൽബി വസുദൂഖുൽ ലിസാൻ, എല്ലാ വൃത്തിയുള്ള മനസ്സുകളുടെയും സത്യം പറയുന്ന നാവിൻ്റെയും ഉടമയാരാണോ അവനാണ് മനുഷ്യനിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. വളരെ കൃത്യമാണ് ഉത്തരം. വൃത്തിയുള്ള മനസ്സും സത്യം പറയുന്ന നാവും. ഫയുക്കാൻ ലഹു, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, സുദൂഖുൽ ലിസാനി നഅരിഫു,
സത്യം പറയുന്ന നാവ് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ കൽബ്, ഈ വൃത്തിയുള്ള മനസ്സ് എന്ന് പറഞ്ഞത്, വൃത്തിയുള്ള കൽബ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പ്രവാചകര് എന്ന് പറഞ്ഞപ്പോൾ റസൂല് വിശദീകരിച്ചു കൊടുക്കാൻ, ഹുവ തഖിയ്യുൻ, അവൻ സൂക്ഷ്മതയുള്ളവനാണ്, നഖിയ്യുൻ, വൃത്തിയുള്ളവനാണ്, ലാ ഇസ്മ ഫീ വലാ ബഗിയ വലാ ഖില്ല വലാ ഹസദ, അവിടെ എന്തൊക്കെയില്ല? പാപമില്ല, വിദ്വേഷമില്ല, പകയില്ല, അതേപോലെ അസൂയയുമില്ല. 4 ദുർഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് നീക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് വൃത്തിയുള്ളതാകാം. വേണ്ടപ്പെട്ട ആളുകളോട് ഈ ദുഷിച്ച 4 സ്വഭാവവും നമ്മുടെ മനസ്സിലില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അനാവശ്യമായൊരു ടെൻഷൻ നമുക്ക് വരികയാണ്. നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ ഒരു ഫുൾ ഓപ്ഷനുള്ള വണ്ടി എടുത്തു എന്നറിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തോന്നുന്ന പ്രഥമ വികാരം എന്താണ്? എവിടെ നിന്നായിരിക്കും അയാൾക്ക് ഇപ്പോൾ ഇത്ര വരുമാനം? നമ്മളിവിടുത്തെ ഇൻകം ടാക്സിൻ്റെ ഓഫീസർമാരെ പോലെ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. നാളെ എനിക്ക് എവിടെയെങ്കിലും റോട്ടിൽ വെച്ച് ഒരു ഫ്രീ ലിഫ്റ്റെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ അസ്വസ്ഥതകൾക്ക് അവിടെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്വന്തക്കാർക്ക് പോലും ഉണ്ടാകുന്ന പുരോഗതികളെ അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയാത്തത് ഒരു പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് വിശുദ്ധമായൊരു ഹദീസ് വചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഇവിടേക്ക് ഇനി ആരാണോ കടന്നു വരുന്നത് അവൻ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിൽ ഏറെ അറിയപ്പെടാത്ത സാധാരണക്കാരനായ ഒരാളാണ് കടന്നു ചെന്നത്. ഒരു വട്ടമല്ല, 3 വട്ടമാണ് പ്രവാചകൻ ആ വ്യക്തിയെപ്പറ്റി, ആ വ്യക്തി വരുന്നതിന് മുമ്പ് പ്രവാചകൻ അത് പറഞ്ഞത്. എന്താണ് ഇയാൾക്കുള്ള പ്രത്യേകത എന്ന് അന്വേഷിച്ചപ്പോൾ, അങ്ങനെ അന്വേഷിക്കാൻ ചിലരെ ഏർപ്പാടുണ്ടാക്കി, പിന്നാലെ കൂടി. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശരായി പോകുമ്പോൾ ആ മനുഷ്യനോട് തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് താങ്കളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായ ഇബാദത്തുകളോ മറ്റേതെങ്കിലും സുന്നത്തുകളോ താങ്കൾ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. റസൂല് 3 സന്ദർഭത്തിൽ സ്വർഗാവകാശിയാണ് എന്ന് താങ്കളുടെ അഭാവത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് വിസ്മയമായി. ഒട്ടും പ്രശസ്തനല്ലാത്ത ഒരാളാണ് അദ്ദേഹം. പറഞ്ഞത്, ഞാൻ ഒരാളോടുമുള്ള വിദ്വേഷവുമായി പകയുമായി ഒരു രാത്രിയും കഴിഞ്ഞുകൂടുന്നില്ല എന്നതാണ്. എന്നാലോചിച്ച് നോക്കൂ, എന്തുമാത്രം പ്രാധാന്യമാണ് ആ സംഗതിക്കുള്ളത്. പ്രവാചകനോട് പറയപ്പെട്ടു, ഒരു സഹോദരിയെപ്പറ്റി, ധാരാളം സുന്നത്ത് നോമ്പുകൾ നോക്കുന്നവൾ, ധാരാളം സുന്നത്തായി നമസ്കരിക്കുന്നവൾ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവൾ എപ്പോഴും കൂടെയുള്ളവരുമായി ഗർഗറിലാണ്, എന്നുവെച്ചാൽ വഴക്കിലാണ്. വഴക്കാണ് എപ്പോഴും അവളുടെ ഒരു ഹോബി, നിരന്തരം വഴക്കിലേർപ്പെടുന്നു. ആദരവായ റസൂൽ എന്തു പറഞ്ഞു? ഫഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞു. ഈ ഇബാദത്തുകളൊക്കെയും നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. ഇബാദത്തൊരു വഴിക്ക് അങ്ങനെ നടക്കും, സംസ്കരണമില്ലാത്തവരായി നമ്മൾ വേറൊരു വഴിക്ക് ഇങ്ങനെയും പോകും എങ്കിൽ ആ പോയി ചെന്ന് ചേരുന്നത് നരകത്തിലായിരിക്കുമെന്നല്ലേ പ്രവാചകൻ പറഞ്ഞതിൻ്റെ ആ താക്കീതെന്ന് പറയുന്നത്. എങ്കിൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പകയും വിദ്വേഷവും അസൂയയുമൊക്കെയും ഒഴിവാക്കാൻ സാധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ മുടി നീക്കം ചെയ്യുമ്പോഴാണ് നമ്മൾ തല മൊട്ടയടിക്കുക, മുണ്ടനം ചെയ്യുക എന്ന് പറഞ്ഞത്. പ്രവാചകൻ ഒരിക്കൽ സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലി മിൻ ദറജത്തി സിയാം വസ്സലാം വസ്സദഖ. പ്രവാചകൻ ചോദിക്കുക, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, എന്താണത്? നോമ്പിനേക്കാൾ പദവി കൂടിയത്, അതേപോലെ തന്നെ നമസ്കാരത്തെക്കാളും പദവി കൂടിയത്, ദാനധർമ്മങ്ങളെക്കാളുമൊക്കെ ശ്രേഷ്ഠമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കാലു അവർ പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, തീർച്ചയായും അങ്ങത് പറയുക. പ്രവാചകൻ പറയാം, ഇസ്ലാഹുദാത്തി ബൈൻ, നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പരിഹരിക്കുക എന്നതാണ്.
ഫഇന്ന ഫസാദ ദാത്തി ബൈൻ, നിങ്ങൾക്കിടയിലുള്ള ഛിദ്രത എന്ന് പറയുന്നത്, ഫസാദ് എന്ന് പറയുന്നത് ഹിയൽ ഹാലിക്ക്, അത് മുണ്ടനം ചെയ്യുന്നതാണ്, തല മുണ്ടനം ചെയ്യുന്നത് പോലെ. പ്രവാചകൻ പറയാം, ലാ അഖൂൽ, ഞാൻ പറയുന്നില്ല, തഹല്ലഖു ശഅർ, നിങ്ങളുടെ തല മൊട്ടയടിക്കുന്ന കാര്യമല്ല പറയുന്നത്, വലാക്കിൻ തഹല്ലഖുദ്ദീൻ, ദീൻ മുണ്ടനം ചെയ്തു പോകും. ദീനിൽ വളർത്തിയെടുക്കേണ്ട എല്ലാ നന്മകളും നിങ്ങൾക്കിടയിലുള്ള ഈ ഛിദ്രത കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഛിദ്രത വരാതെ സൂക്ഷിക്കണമെന്നതാണ്. ഇനി എത്ര നാൾ വചനങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ കഴിയും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് പറയുന്നത്. പ്രവാചകനിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ ലയാലിൻ, 3 രാത്രികളില്ലാതെ ഒരാൾക്ക് മറ്റൊരാളുമായി തെറ്റി നിൽക്കാൻ, വെടിഞ്ഞു നിൽക്കാൻ, വഴക്കായി നിൽക്കാൻ അനുവാദമില്ലാത്തതാണ്. എൽത്തഖിയാനി ഫയഅരിദു ഹാദാ വയഅരിദു ഹാദാ, കണ്ടുമുട്ടുമ്പോൾ ഒരാൾ വേറൊരു വഴിക്കും മറ്റൊരാൾ മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകുന്ന രീതിയിൽ ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. വഹൈറുഹുമാ അല്ലദി യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും ഉത്തമനായ ആൾ ആരാണെന്നറിയാവോ? ആരാണോ ഈ വിച്ഛേദനം മനസ്സിലാക്കി സലാം കൊണ്ട് ആരംഭിച്ചവൻ, അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ 2 കൂട്ടരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. അങ്ങനെ നമുക്കാകാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് നമ്മെ രേഖപ്പെടുത്താൻ കഴിയുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ കാണാം, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, നമ്മൾ അങ്ങനെയായിരിക്കും, ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങോട്ടും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു രീതി. എൻ്റെ വീട്ടിൽ വരുന്നവരുടെ വീട്ടിൽ ഞാനും പോകും, വരാത്തവരുടെ വീട്ടിൽ നമ്മൾ പോകാറില്ല. ഇപ്പോൾ നമ്മളെവിടെയാണോ പോകുന്നത് അവർ നമ്മുടെ വീട്ടിലേക്കും വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റായി പോകുന്ന ആ രീതി ഒരിക്കലും ബന്ധം ചേർക്കലല്ല. വലാക്കിൻ വാസിൽ, എന്നാൽ ബന്ധം ചേർത്തു എന്ന് പറയുന്നത് അല്ലദീദാ ഖുത്തിഅതു റഹിമഹു വസലഹ, ഒരാൾ തെറ്റി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി അയാളുടെ അടുത്തേക്ക് പോയി ആ ചേർച്ച ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ തെറ്റി നിൽക്കുന്നവരുണ്ട് എന്ന് ബോധ്യമായാൽ അത്തരം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളക്കി ചേർക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 199-ാമത്തെ വചനം പൊതുവായൊരു കൽപ്പനയാണ്. ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കുക, വഅമുർ ബിൽ ഉറഫ്, സദാചാരം കൊണ്ട് ആളുകളോട് കൽപ്പിക്കുക, വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ബുദ്ധികളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക. എന്താണ് പറഞ്ഞത്? വിവരമില്ലാത്തവരുമായി നമ്മൾ കൂടുമ്പോൾ അത് നമുക്ക് നഷ്ടമേ ഉണ്ടാക്കൂ. നമ്മുടെ നന്മകൾ നശിപ്പിച്ച് കളയാൻ അവരുമായുള്ള സഹവാസം കൊണ്ട് നിമിത്തമാകും. അവരവരുടെ വിവരക്കേട് കൊണ്ട് പലരെപ്പറ്റിയും പലതുമൊക്കെ പറയും. അതൊക്കെ നമ്മൾ കേൾക്കുകയും ഒരു വേള നമ്മളതിനൊക്കെ കാതു കൊടുക്കേണ്ടവരായി വരിക, അതല്ലെങ്കിൽ നമ്മൾ ഏസെന്ന് മൂളേണ്ടി വരിക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കണമെന്ന് പ്രവാചകനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, പൊതുവായ കൽപ്പന. അള്ളാഹുവിൻ്റെ റസൂല് അന്നേരം ജിബ്രീലിനോട് ചോദിച്ചു, മാ ഹാദാ, എന്താണ് ഈ വചനത്തിലുള്ളത് എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് പറഞ്ഞതായി ഈ വചനത്തെ ഉദ്ധരിച്ച ഇബ്നു കസീർ വിവരിക്കുകയാണ്. ഇന്നല്ലാഹ അമറക അൻ തഅഫു അമ്മൻ വളമക്ക, നിന്നോട് ആരാണോ അക്രമം ചെയ്തത് അയാൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് നിന്റെ രക്ഷിതാവ് നിന്നോട് കൽപ്പിക്കുന്നത്. ആരാണോ ഇങ്ങോട്ട് ഉപദ്രവിച്ചത് ആ ഉപദ്രവിച്ച ആളോട് നീ വിട്ടുവീഴ്ച ചെയ്യുക. വതുഅതിയ മൻ ഹറമക്ക, ആരാണോ നിനക്ക് തടഞ്ഞു വച്ചത് ആ തടഞ്ഞു വച്ചവന് നീ കൊടുക്കുക. ഒരാളെ നമുക്കൊരു ഉപകാരം കിട്ടുന്നതിന് തടഞ്ഞുവെങ്കിൽ ആ തടഞ്ഞവന് കൊടുക്കാൻ കഴിയുക. എന്തുമാത്രം മനസ്സിനെ പരിവർത്തിപ്പിക്കേണ്ടി വരുന്ന വലിയൊരു പരിപാടിയാണ് ഈ പറയുന്നത്. ഒരു വലിയ അധ്വാനമുള്ള പണി ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമായിരിക്കും ചെയ്യാൻ. നമ്മളെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കലും നമുക്ക് തടഞ്ഞവന് നാം നൽകലും. വതസ്ലുമൻ ഖതഅക, നീയുമായി വിച്ഛേദനം നടത്തിയവനോട്, നീയുമായി ആരാണോ ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞത് അവനുമായി നീ ചേർക്കുക എന്നതും അതൊക്കെയും ബാധ്യതയാണ് എന്ന് പറയാം.
ഇനി നമ്മളത് ആലോചിച്ച് നോക്കുക. നമുക്കിടയിൽ രണ്ടുപേര് വഴക്കിലാണ് എന്ന് നമ്മൾ അറിയുന്നു. എൻ്റെ നിങ്ങളുടെയൊക്കെ സമീപനം എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ പറയും രണ്ടും കണക്കാണ്, രണ്ടുപേരെ സംസാരവും ശരിയല്ല. ഇപ്പം നമ്മളൊക്കെ വളരെ സാലിഹ്യങ്ങളായിട്ടുള്ള ആൾക്കാർ, ഈ തെറ്റിയവരൊക്കെ മോശക്കാരാണ് എന്നൊരു സമീപനമാണത്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാമത്തെ നിലപാട്, നമ്മളിനി ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മളിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റൊരു ആളാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടാകും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരോടും ഉണ്ടല്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ബാധ്യത എന്താണ്? എല്ലാവരുടെയും വീട്ടിൽ തഫ്സീർ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പോയി നോക്കുക, അമാന്യമല്ലയുടെ തഫ്സീർ എടുത്തിട്ട് 49-ാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ 9-ാമത്തെ വചനം, അതിൻ്റെ അർത്ഥവും വിശദീകരണവും പഠിക്കുക. ശേഷം 10-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാം, 9 ദീർഘമുള്ള വചനമാണ്. 10-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇത് അള്ളാഹു അവൻ്റെ വചനത്തിലൂടെ രേഖപ്പെടുത്തിയതാണ്, ഏറ്റവും ബലിഷ്ഠമായതാണ് വചനം. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹ ഉണ്ടാക്കണം. തെറ്റിതിരിഞ്ഞ ആളുകളുമായിട്ടൊക്കെ രമ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്തേക്കും. അപ്പോൾ തെറ്റിയ ആളുകളുമായി രഞ്ജിപ്പിലാക്കുക എന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. രണ്ടുപേര് തെറ്റി നിൽക്കുമ്പോൾ അവരങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി മാറിപ്പോവേണ്ടവരല്ല നമ്മൾ അവരുടെ ആ ബന്ധവിച്ഛേദനത്തെ വിളക്കി ചേർക്കുന്ന കണ്ണികളായി മറ്റ് വിശ്വാസികൾ മാറേണ്ടതുണ്ട്. ഇത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പുലർത്തേണ്ട കടമകളാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി പറയാം, അൽ മുഅ്മിൻ ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ധു ബഅ്ലുഹു ബഅ്ല, അതിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങൾക്ക് കരുത്തു പകരാൻ. നമ്മൾ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബലമുണ്ടല്ലോ, ആ ബലത്തിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു ചങ്ങല ബലിഷ്ഠമാണ് എന്ന് പറയുന്നത് അതിലെ എല്ലാ കണ്ണികളും സുശക്തമാകുമ്പോഴാണ്. അതിലൊരു കണ്ണി വളരെ നുരുമ്പിച്ചതാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടാകുന്നതാണ് എങ്കിൽ ആ ചങ്ങല ബലമുള്ളതാണ് നമ്മൾ പറയില്ല. വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മൾ കരുത്തരാണ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പരസ്പരം വളരെ ബന്ധങ്ങളിൽ ഉഷാറുള്ളപ്പോഴാണ്. ആ രീതിയിൽ ആകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇ അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ബഹുമത സമൂഹത്തിലെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ നിരന്തരമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടി വരിക എന്നത് സ്വാഭാവികമാണ്. ആ പ്രതികരണം വളരെ സൂക്ഷ്മമായിരിക്കണം,